ഉണ്ണിയമ്മേ കുമ്പടി വന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കുമ്പോൾ മരുമകനൊക്കെ അവരവരുടെ വീട്ടിലെ കാര്യമല്ലേ? പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ റോഡ് ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ പങ്കെടുപ്പിക്കാത്തത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വീട്ടിലെ മരുമോൻ ബന്ധം വലിച്ചുകൊണ്ട് വരുന്നത് എന്തിനാണ്? ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയക്കാരനാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അതിനൊന്നും ഇല്ലേ? അദ്ദേഹത്തിനോട് രാഷ്ട്രീയമായ ചോദ്യം അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് സൗകര്യമുള്ള പോലെ അദ്ദേഹം ഗവൺമെന്റിന്റെ പ്രതിനിധിയല്ല. അദ്ദേഹം അതിന് ആ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു. ചുട്ട മറുപടി അദ്ദേഹം ആ രീതിയിൽ മറുപടി പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ മോശം ചോദ്യമെല്ലാം ചോദിച്ചു. എന്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിച്ചില്ല എന്ന ചോദ്യത്തിന് മരുമോനെ വിളിക്കാൻ പറ്റുമോ എന്നുള്ള അല്പത്തം പറഞ്ഞ ചോദ്യമാണോ തിരിച്ചു വയ്ക്കുക? അദ്ദേഹം ഒരു കേന്ദ്ര മന്ത്രിയായിരുന്ന ആളല്ലേ? BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനല്ലേ? ബേപ്പൂരിലെ MLA, അവിടെ നിന്ന് ജയിച്ചു മന്ത്രിയായ ഒരാൾ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് വിളിച്ചില്ല ചോദിക്കുമ്പോൾ മരുമോനെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുടെ രാഷ്ട്രീയ ജ്ഞാനം എന്തായിരിക്കും ശ്രീ ഷാബു പ്രസാദ്? അതായത് നിഷാദ് ഇവിടെ ജയിക്കിനോട് ചോദിച്ച അതേ ചോദ്യം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം കേരള സർക്കാരിന്റെ തലവനെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന കേരളത്തിന്റെ നേതാവാണ്. അതിനപ്പുറം വേറൊരാളില്ല ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇനി മറ്റൊന്ന്, നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? ഈ പറഞ്ഞതുപോലെ ഈ മരുമകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം അധിക്ഷേപം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അദ്ദേഹം 5-6 കൊല്ലം മുമ്പ് അത് ചിന്തിക്കേണ്ടതായിരുന്നു. അല്ല, അങ്ങനെയല്ലല്ലോ. ഇത് നമ്മൾ സംസാരിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കുമ്പോൾ മരുമകനൊക്കെ അവരവരുടെ വീട്ടിലെ കാര്യമല്ലേ? നമ്മൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയിൽ എന്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അല്ല, പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ റോഡ് ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ പങ്കെടുപ്പിക്കാത്തത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വീട്ടിലെ മരുമോൻ ബന്ധം വലിച്ചുകൊണ്ട് വരുന്നത് എന്തിനാണ്? അല്ല നിഷാദേ, സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടവരോടാണ് ചോദിക്കേണ്ടത്. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? BJP സംസ്ഥാന പ്രസിഡന്റിനോടല്ല ചോദിക്കേണ്ടത്. BJP സർക്കാരുമായി ബന്ധപ്പെട്ട ആരോടെ ഇല്ലല്ലോ. BJP സർക്കാരുമായി ബന്ധപ്പെട്ട ആകെ 2-3 പേരുള്ളൂ. അവരെ ആരോടെ കിട്ടിയില്ല. കിട്ടിയത് ഈ സർക്കാരിന്റെ മുൻഭാഗമായിരുന്ന ഒരാളെയാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുന്ന സംസ്ഥാന അധ്യക്ഷനെയാണ്. നോക്കൂ, നരേന്ദ്രമോദിയുടെ പേര് മുകളിൽ, അതിന് താഴെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന പേരിൽ മുഹമ്മദ് റിയാസിന്റെ പേരുണ്ട്. അവിടെ ഉണ്ട് റിയാസിന്റെ പേര്. പിന്നെ ചന്ദ്രശേഖരന് മാത്രം, രാജീവ് ചന്ദ്രശേഖരന് മാത്രം ഇത് മരുമോനാവുന്ന എങ്ങനെയാണ്? അങ്ങനെ മരുമോനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫലകത്തിൽ എഴുതുന്നത്? അതായത് ഇന്നലെ അല്ലല്ലോ PMO ഇത് വിവരം അറിയിക്കുന്നത്. ഈ ഇവരുടെ പേര് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്നും സ്റ്റേജിൽ ആരൊക്കെ ഇരിക്കണമെന്ന് ഇന്ന് രാവിലെ അല്ലല്ലോ തീരുമാനിച്ചത്. ഒരാഴ്ച മുമ്പ് ഇതിന്റെ പ്രോസസ് എത്ര ദിവസം മുമ്പ് തുടങ്ങുന്നതാണ്. അല്ല, സർക്കാരിന്റെ നിർദ്ദേശത്തിന് അതുകൊണ്ട്. പക്ഷെ PMO അംഗീകരിച്ചിട്ടില്ല റിയാസിന്റെ പേര്. അതാ പറഞ്ഞത്, PMO അംഗീകരിച്ച ഫൈനൽ ലിസ്റ്റ് വന്നത് ഇന്ന് രാവിലെ അല്ലല്ലോ. ഇന്ന് രാവിലെ ആയാലും എന്നായാലും PMO എന്തുകൊണ്ട് റിയാസിന്റെ പേര് അംഗീകരിച്ചില്ല എന്നുള്ള ചോദ്യം. എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. ഇന്ന് അറ്റ്ലീസ്റ്റ് ഇന്നലെ ഇവരുടെ പ്രതികരണം എന്തോ ആയിക്കോട്ടെ, എപ്പോഴും ആയിക്കോട്ടെ. ഷാബു പ്രസാദ്, എന്റെ ചോദ്യം എന്തുകൊണ്ട് റിയാസിന്റെ പേര് അതിഥി പട്ടികയിൽ ഇല്ല? സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. കേരള സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഡയസിൽ ഉണ്ടാകണം എന്നാണ് കേരള സർക്കാരിന്റെ താല്പര്യം എന്ന് ഇവർ PMOയെ അറിയിച്ചിരുന്നോ? അറിയിച്ചിട്ടില്ല. അറിയിച്ചിട്ടും ഒഴിവാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നതിന്റെ അകത്ത് ഒരു പരിധി വരെ ന്യായമുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അറിയിച്ചിട്ടില്ല എന്ന് താങ്കൾ എന്ത് ഉത്തരവാദിത്തമാണ് പറയുന്നത് എനിക്കറിയില്ല. സർക്കാർ, എന്റെ ചോദ്യം ഇതാണ്. താങ്കൾ ഇത്രയും കാലമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളല്ലേ, സർക്കാരുകളെ നിരീക്ഷിക്കുന്ന ആളല്ലേ? ഈ പരിപാടിയിൽ ഫലകത്തിൽ പേരെഴുതി വെച്ചിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഒരാൾ നോർമലി സാധാരണ നിലയ്ക്ക് ക്ഷണിക്കപ്പെടേണ്ടതല്ലേ? ഉത്തരം പറ. അയാളെ വെട്ടുന്ന ഒരു അസ്വാഭാവിക താങ്കൾക്ക് തോന്നുന്നില്ല? നിൽക്കൂ നിഷാദെ. ഞാൻ ചോദിച്ചു, ശരി PMO അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ
ആ PMOയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തി അത് തിരുത്തിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ സർക്കാരിനുണ്ടല്ലോ. അല്ല, PMO എന്തിനാ അത് ചെയ്യുന്ന എന്റെ ചോദ്യം. സർക്കാർ തിരുത്തിക്കുന്നതും സർക്കാരിന്റെ മറുപടിയും വേറെ കാര്യം. PMO ഇത് ചെയ്യാമോ? കൊല്ല് എന്നെ കൊല്ല് എന്നെ കൊല്ല് എന്നെ ഞെക്ക കൊല്ല്. ഈ അല്പത്തരം PMO ചെയ്യാമോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെയും CPM-നെ സംബന്ധിച്ചിടത്തോളം വർഗീയ ഫാസിസ്റ്റ് പല RSS നിയന്ത്രിക്കുന്ന അങ്ങനെയുള്ള വൃത്തികെട്ട സർക്കാരിൽ നിന്ന് ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പക്ഷെ അതല്ലേ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെ ഓക്കെ, പിന്നെ എനിക്ക് തർക്കമില്ല. നിങ്ങൾ അതറിഞ്ഞല്ല. പക്ഷേ താങ്കളും കൂടെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വേറെ ചോദ്യമില്ലല്ലോ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ഒരാഴ്ച മുമ്പ് കൊടുത്ത ലിസ്റ്റിൽ മുഹമ്മദ് റിയാസിന്റെ പേര് കൂടി ഉൾപ്പെടുത്തണം എന്ന് PMOയോട് ആവശ്യപ്പെട്ടോ? ശരി. അല്ല ജയിക്കെ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. കേരളത്തിലെ സർക്കാർ റിയാസിന്റെ പേര് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ആ പേര് വന്നേനെന്നാണ്. ഫലകത്തിൽ റിയാസിന്റെ പേരുണ്ട്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഇനി സർക്കാർ പുറകെ നടന്ന് നിർബന്ധിച്ചാലായിരുന്നു ആ പേര് ചേർക്കാൻ. നിർബന്ധിച്ചിട്ടില്ല എന്നാണ്. എനിക്ക് അങ്ങനെ ഒരു ആശയവിനിമയം നടന്നതിന്റെ പേപ്പറിന് തെളിവൊന്നും എന്റെ ഇല്ല. അതിന്റെ ഒരു സ്റ്റാറ്റസ് അറിയാമോ? ജയിക്കിന് അറിയാമോ? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഇപ്പൊ നിഷാദേ വാക്കുകളെ വളച്ചൊടിക്കരുത്. നിർബന്ധിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അത് രേഖാമൂലം അറിയിക്കുക. ആ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ഇത് വലിയ മാറണായില്ലോ. ഇവരല്ലായിരുന്നു അധികാരത്തിലെങ്കിൽ ഈ പണിയുടെ ഇതിന്റെ വർക്കിന്റെ ഓരോ ഘട്ടത്തിലും ഇവർ കേരളം കത്തിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ കേരളത്തിലെ ഈ ഹൈവേ വികസനത്തിന്റെ ഏറ്റവും വലിയ ഭാവനാത്മകമായ കാഴ്ചപ്പാട് ആദ്യം കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട N.K. മുനീർ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോഴാണത്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഇതിന്റെ ആ പ്ലാനിംഗ് സ്റ്റേജിൽ പോലും അന്ന് മുതൽ അന്ന് അവരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? രാമൻ നായരുടെ പശുവിനെ അപ്പുറത്ത് കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലായിരുന്നോ? കേരളം മുഴുവൻ വിഭജിക്കാനായിട്ട് ഇതേ ഒരു വൻമതിൽ വരുന്നു, എന്തൊക്കെയാ പറയുന്നേ, കേരളത്തിനെ തകർക്കും എന്നൊക്കെ പറഞ്ഞ് എത്ര ബഹളം. ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിന്റെ സമയത്ത് 2013 ആ കാലത്ത് എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അല്ല, നാഷണൽ ഹൈവേ അല്ല, എക്സ്പ്രസ് ഹൈവേ വേറെ പരിപാടിയാണ്. ഇത് കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്ന റോഡ് വികസനമാണ്. രണ്ട് പ്രോജക്റ്റ് ആണ്. രണ്ടും ഡിസൈനുള്ള പ്രോജക്റ്റ് ആണ്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ഇത് അത് തന്നെയല്ലേ ഇപ്പൊ സത്യത്തിൽ. എന്താണ് കേരളത്തിൽ ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുമോ? നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇവരെന്താണോ ആലോചിച്ചത് അത് തന്നെയല്ലേ ഇപ്പൊ നടന്നിട്ടുള്ളത്. ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുമോ? അതിന്റെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അണ്ടർപാസിലൂടെയോ ഓർബിറ്റിലൂടെയോ അല്ലാതെ റോഡ് ഈ 650 കിലോമീറ്റർ സ്ട്രെച്ചിൽ എവിടെയെങ്കിലും റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുമോ? പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? പറ്റില്ലല്ലോ. അക്ഷരാർത്ഥത്തിൽ കേരളത്തിനെ വിഭജിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിലവിലുള്ള റോഡിന്റെ എക്സ്പാൻഷൻ മാത്രമാണ്. മറ്റേതല്ല, വേറെ പരിപാടിയാണത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. എന്ത് വേറെ പരിപാടി? മണ്ണി നടക്കുന്ന സാധനമാണ്. അല്ല, ഇതിപ്പോ ഉള്ള റോഡ് നമ്മൾ വികസിപ്പിക്കുകയാണല്ലോ. അത് അവർ വന്നിട്ട് ഇതിപ്പോ ഉള്ള റോഡ് നമ്മൾ വികസിപ്പിക്കുകയാണ്. ആ വികസിപ്പിക്കുന്നതിന്റെ എല്ലാ ആനുകൂല്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, സൗകര്യവും നമുക്കുണ്ട്. ഒന്നും അറിയില്ല. നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന വിധത്തിൽ നമ്മൾ പുതിയ റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ റോഡ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കേണ്ടി വരാത്ത വിധം നമ്മൾ 6000 കോടി രൂപ കൊടുത്തു. എന്നിട്ട് സാധ്യമാക്കിയതാണ് 4 പതിറ്റാണ്ടായി മുടങ്ങിക്കിടന്ന ഒരു സാധനം. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.